നമ്മുടെ ടാങ്ക് പുതിയ വലയൊക്കെ മേടിച്ച് ചെടികളൊക്കെ കുറച്ച് ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇന്ന് നമുക്ക് മീനിനിടണം. പക്ഷെ അതിൻ്റെ മുമ്പ് വേറൊരു പണികൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ഫ്രിഡ്ജും പെട്ടികളുണ്ട്. അപ്പോൾ ഇത് പണ്ട് നമ്മൾ മീനിനെ വളർത്തിയതാണ്. പിന്നെ ലീക്കൊക്കെ ആയിട്ട് അത് കുറേ കാലമായിട്ട് ഉപേക്ഷിച്ച മട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെറിയൊരു ടാർപ്പായൊക്കെ ഇട്ടിട്ട് ഇതിലും വെള്ളം നിറച്ച് ഇതിലും മീനിനിടാൻ പോകും. ഇതിൽ ഫുള്ള് വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരം ഇതിങ്ങനെ ഇട്ട് നോക്കാം ലീക്ക് ഉണ്ടോ കാര്യങ്ങളൊക്കെ. കാരണം നമ്മൾ 90 GSM-ൻ്റെ ടാർപ്പായി ഇതിലിട്ടിട്ടുള്ളത്. അങ്ങനെ കുറച്ച് വെള്ളമല്ലേ ഉള്ളത്, അധികം കട്ടി വേണ്ട എന്നുള്ളൊരു ഇതിൽ. ഇതിൻ്റെ ഇപ്പുറത്തുള്ള ഈ ഫ്രിഡ്ജിങ് ബോക്സ് നമ്മൾ കുറേ പണ്ട് യൂസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അത് ലീക്ക് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അതിൽ വെള്ളം നിറച്ച് നോക്കാം. ലീക്കില്ലെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടി കിട്ടും. ഇത് മിക്കവാറും ലീക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഇതിലെനിക്ക് വലിയ പ്രതീക്ഷയില്ല. എന്നാലും നോക്കാം. ഇപ്പുറത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുളത്തുനിന്ന് പിടിച്ചിട്ടുള്ള മീനുകളും ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. തീറ്റ കൊടുക്കാം. ഇപ്പൊ കിട്ടിയത് കിട്ടിയതാ നല്ല വലുതിന്. കൊടുക്കാം. നമുക്ക് ഈ മീനോളനെ ഓസ്കാറിന് ഫീഡ് ചെയ്തിട്ട് വരാം. കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോയി. ആദ്യമൊക്കെ ഓസ്കാറുകൾക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇപ്പൊ പേടിയൊക്കെ മാറി. നമ്മൾ കയ്യിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ വന്നിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടാങ്ക് വെള്ളം നിറച്ചിട്ടുണ്ട്. തൽക്കാലം ഇപ്പോൾ ലീക്കൊന്നും കാണാനില്ല. ലീക്ക് കാണേണ്ട സമയമായിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് വേണ്ട ചെടികളാണ്. ചെടികളില്ലാണ്ട് അതിൽ മീനിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ കയ്യിൽ എയറേഷനും ഫിൽറ്റർ അങ്ങനെ പരിപാടികളൊന്നുമില്ല. കംപ്ലീറ്റ് നാച്ചുറൽ പരിപാടികളാണ്. അപ്പോൾ ചെടികൾ വേണം. കിട്ടുമോ നോക്കാം നമുക്ക്. നമ്മൾ ചെടി മേടിക്കാൻ വന്നതാണ്. പക്ഷെ ഇവിടെ ആളില്ല എന്ന് തോന്നുന്നത്. ഞായറാഴ്ചയല്ലേ. എന്തായാലും നമുക്ക് ചെടി മേടിക്കൽ നടന്നില്ല. മീൻ മേടിക്കൽ നടക്കാൻ നോക്കാം. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അവിടേക്ക് വന്നിട്ടുള്ളതാണ്. ആളുടെ കുറേ മീനുകളൊക്കെ ഉണ്ട്. ആളിവിടെ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് സുരേഷ് ഏട്ടൻ. പിന്നെയും പോണ സാധനം ഈ മോണിസ്റ്റർ ഫിഷ് അല്ല, അത് പിള്ളേർക്ക് വേണ്ടല്ലോ. ബ്ലൂ പാണ്ടാല് അത് കുട്ടികളെ തിന്നുന്നേ.
പെട്ടെന്ന് ആ നമ്മുടെ കയ്യിൽ വന്നിട്ട് ഫീഡ് എടുക്കുക അങ്ങനത്തെ പരിപാടിയിലുണ്ട്. ഇതെന്താ ജൈനികവര് തന്നെ. സോട്ടയിലും പിന്നെ ഈ മുകളിലത്തെ വാല് നീളം കൂടിയിട്ടുള്ള ഒരു പ്ലാറ്റീനി മേടിച്ചിട്ടുണ്ട് കേട്ടോ. കൊണ്ടിട്ട് നോക്കാം. മുകളിൽ വാലിലാണ് അല്ലേ? സോട്ടയിലല്ല. ആവശ്യമുള്ള മീനൊക്കെ കിട്ടി. സുരേഷ് ഏട്ടൻ ശരിക്കും എൻ്റെ ഏട്ടൻ്റെ സുഹൃത്തേട്ടാ, അങ്ങനെയാണ് ഞങ്ങൾ പരിചയം. അപ്പോൾ കുന്നംകുളത്തുള്ള ആൾക്കാർക്കൊക്കെ മീൻ വേണ്ടി ഇവിടെ എത്തിയാൽ മതി. ഞാൻ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കാം. ഇവിടെ ഞങ്ങൾ ഫോൺ നമ്പർ വെച്ചോ. നമ്മൾ വിചാരിച്ച അത്ര മീനൊന്നും കിട്ടിയില്ല. സോട്ടയിൽ കിട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു പ്ലാറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെള്ളം നിറച്ചിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറിനടുത്തായി. ടാർപ്പായിട്ടതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിൽ വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ചേ കുറഞ്ഞിട്ടുള്ളൂ, അധികം കുറഞ്ഞിട്ടില്ല. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ സോട്ടിൽ മാത്രം നമ്മൾ ഇതിലിടാം, ഫ്ലാറ്റിന് വേറെ ഇടാം. രണ്ടും കൂടി ക്രോസ് ആവണ്ട. നമ്മൾ കുറച്ച് ഫ്ലോട്ട് ചെയ്യണ ചെടി ഇട്ടുണ്ട്, ഒരു വെയിലിനൊരു തടയുന്നതാണ്. പിന്നെ കുറച്ച് ഈ ചെടി അടിയിൽ നിന്ന് വളരണത്. ഇതിൽ നമ്മൾ സോട്ടയിൽ ഇട്ടിട്ടുണ്ട്. ഇനിയുള്ളത് ഇതല്ലേ സോഫ്റ്റയില്? അല്ല, ഇത് പ്ലാറ്റി. ഇതാണ് നമ്മുടെ പ്ലാറ്റി. ഇതിനെ തൽക്കാലം നമുക്ക് ഈ ബേസിനിലിടാം. ഇതിലിപ്പോൾ ഓൾറെഡി ഉള്ളത് നമ്മുടെ ഒരു പാണ്ട ഗപ്പിയാണ്. ഇതാണ് നമ്മുടെ പാണ്ട ഗപ്പി. ഇതിന് ഇതുണ്ട ഒരു ചിറകുള്ള കേട്ടോ, ഒരു ചെവിയുള്ള മൂപ്പർക്ക്. 2 ഫീമെയിൽ ചത്തു. 2 ഫീമെയിലിനെ നമ്മൾ മേടിച്ചിട്ടുണ്ടായി, 2ഉം ചത്തു. അപ്പോൾ തൽക്കാലം നമ്മുടെ പ്ലാറ്റുകൾ ഇതിൻ്റെ കൂടെ കിടക്കട്ടെ. അതാണ് മീനിനിട്ടു, നെറ്റിട്ടു, സംഗതി സെക്യൂർഡാക്കി. നെറ്റ് ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഈ ചെറിയ തവളകളൊക്കെ വരും, പിന്നെ അവർ ഇതിൻ്റെ കുട്ടികളതിനൊക്കെ തിന്നും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നെറ്റ് ഇട്ടുണ്ട്. സാധാരണ ആൾക്കാർ മീനിനെ മേടിച്ചിട്ട് അതിന് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മൊയിനൊക്കെ കൾച്ചർ ഉണ്ടാക്കുക. നമ്മളെങ്ങനെയാ വെച്ചാൽ ആദ്യം മൊയിനയുടെ കൾച്ചറാണ് ഉണ്ടാക്കിയത്. പിന്നെ മൊയിനേനെ എന്തെങ്കിലും ചെയ്യേണ്ട വെച്ചിട്ട് മീനിനെ മേടിച്ച പോലെ. കാരണം ആദ്യം മൊയിനെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായി ഇവിടെ. നമ്മളൊന്ന് വെള്ളം മട്ടം തിരിക്കുമ്പോൾ ആ സെൻറ്ററിൽ കണ്ട റെഡ് കളറിൽ അത് ആ മൊയിനെയാണ്. അതിനെ നമുക്ക് കോരിയെടുക്കാം. അത് കഴുകണം കൊടുക്കണതിന് മുന്നേ. നമ്മുടെ ഷ്രിമ്പുകൾ വല്ലതും ഉണ്ടോ നോക്കട്ടെ കേട്ടോ അതിൽ. ആ ഉണ്ട്. നല്ല കറുത്ത ഷ്രിമ്പ് നല്ല രസമുണ്ട് കാണാൻ. ഇത് കണ്ട ചക്ക പോലത്തെ നേരത്തെ പോയും ചക്ക പോലെ തന്നെ. അത്യാവശ്യം കുട്ടികളും എല്ലാം ഉണ്ടല്ലോ.
ഇതിൽ ഫുള്ള് വെള്ളം നിറച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഇട്ടു, ലീക്കൊന്നുമില്ല. പിന്നെ അതിലത്തെ വെള്ളം മുഴുവൻ വറ്റിച്ച് രണ്ടാമതും ഇനി വെള്ളം ഒന്ന് നിറച്ചിടാൻ പോവാണ്. കാരണം ആ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമതും വെള്ളം നിറച്ചിട്ട് നമുക്കതിൽ മീനിടാം. വീണ്ടും ഫുള്ള് വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കിടക്കട്ടെ. നമ്മൾ ഇന്ന് മേടിച്ച മീനിന് ഫ്രിഡ്ജും പെട്ടിയിലും ബേസിനിലൊക്കെ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. നമ്മുടെ മെയിൻ കുളത്തിലേക്കുള്ള മീൻ ഇപ്പോഴും ശരിയായിട്ടില്ല. അതൊരു കൺഫ്യൂഷനാണ്, എന്ത് ഇടണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കുളം സെറ്റാണ്, ചെടികളൊക്കെ വെച്ചു, നെറ്റ് ഇട്ടു, മീനിന് ഇട്ടാൽ മതി. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് മീനിനിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.